അസ്സലാമു അലൈക്കും. ആഗോള ഉദാര സ്വകാര്യവൽക്കരണ നയങ്ങളെക്കുറിച്ച് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രചണ്ഡ പ്രചരണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ വർത്തമാന ചുറ്റുപാട്, ഈ അൾട്രാ മോഡേൺ വേൾഡിന്റെ പരിപ്രേക്ഷ്യത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ച് ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് നാം തിരികൊളുത്തുകയാണെങ്കിൽ നാം കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ വർത്തമാനകാല സമൂഹം വിഭാവനം ചെയ്യുന്ന, വർത്തമാനകാല സമൂഹത്തിന് ദൈക്ഷണികമായും ഭൗതികമായും നേതൃത്വം നൽകുന്ന ലോകമേലാളന്മാർ വിഭാവനം ചെയ്യുന്ന കുടുംബ സാമൂഹ്യ വ്യവസ്ഥിതികൾ എന്തൊക്കെയാണ്? നാം മനസ്സിലാക്കുക, ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന, സ്വകേന്ദ്രീകൃത ജീവികളായി, സ്വാർത്ഥതയുടെ കൊച്ചു കൊച്ചു പതിപ്പുകളായി, അപമാനവീകരണത്തിന്റെ അഗാധ കയങ്ങളിലേക്ക് മനുഷ്യബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല കുടുംബ വ്യവസ്ഥിതി നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന ദയനീയമായ ചില സത്യങ്ങളുണ്ട്. അവിടെ മാതൃപിതൃ ബന്ധങ്ങൾക്കോ സാഹോദര്യ ബന്ധങ്ങൾക്കോ പ്രസക്തിയില്ല. കമ്പ്യൂട്ടറിനും കമ്പോളത്തിനുമിടയിൽ ബന്ധങ്ങളൊക്കെയും അപ്രസക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വന്തം മാതാവിനെ കയറിപ്പിടിക്കാനും സ്വന്തം പിതാവിന്റെ മുഖത്തടിക്കാനും സഹോദരനെ പരലോകത്തേക്ക് അയക്കാനും യാതൊരു മടിയും കാണിക്കാത്ത, പണത്തിന് വേണ്ടി എന്ത് നെറുകേടും ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു സമൂഹമാണ് ആധുനിക കുടുംബങ്ങളിൽ, ആധുനിക അണുകുടുംബങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന ദയനീയമായ സത്യം നാം തിരിച്ചറിയുക. സാമുവൽ ഹണ്ടിങ്ടൺ ഒരു കാര്യം പ്രചരിപ്പിച്ചിരുന്നു. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ സംസ്കാരം അത് അമേരിക്കൻ സംസ്കാരമാണ്. ആ സാമുവൽ ഹണ്ടിങ്ടന്റെ വിഷനത്തിലൂടെ നാം കുടുംബത്തെ എടുത്ത് സമീപിച്ചാൽ ലോകത്തെ ഏറ്റവും ഉദാത്തമായ കുടുംബ വ്യവസ്ഥിതിയും അമേരിക്കയുടേതാണ്. എങ്കിൽ നാം മനസ്സിലാക്കുക, അമേരിക്കൻ കുടുംബ വ്യവസ്ഥിതിയുടെ, അമേരിക്ക അടക്കമുള്ള ലോക മുതലാളിത്ത കോർപ്പറേറ്റ് ഭീമന്മാരുടെ രാജ്യങ്ങളിലെ കുടുംബ വ്യവസ്ഥിതികളുടെയൊക്കെ അപഭ്രംശത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ, ജീർണ സംസ്കൃതിയുടെ നാണിപ്പിക്കുന്ന കഥകൾ നമുക്ക് മുന്നിൽ ദിനപത്രങ്ങളും അതുപോലുള്ള റിപ്പോർട്ടുകളും അനാവൃതമാക്കി തരുന്നുണ്ട്.